സാറേ, മൂന്നാമത്തെ സൂം മീറ്റിംഗ് കൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്കെല്ലാം ഒരു ധാരണയായി കിട്ടി. എങ്ങനെയാണ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ട്രേഡ്സ് എല്ലാം എടുക്കണം. പിന്നെ ന്യൂസ് ട്രേഡിങ്ങിൻ്റെ സംഭവം അടിപൊളിയായിട്ട് തോന്നി. ഞാൻ അതെടുത്തിപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ന്യൂസിൽ ട്രേഡ് ചെയ്താൽ മതി എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ന്യൂസുകൾ എടുത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ അത് ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്നു. എനിക്ക് ആ ടൈമിങ്ങിലുള്ള എൻട്രീസ് കിട്ടണം. അപ്പം അതൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ സ്ട്രാറ്റജിയിൽ ഇന്നലെ പറഞ്ഞൊന്ന് അടിപൊളിയായിരുന്നു. എല്ലാം സെറ്റാണ്. സീന് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് എനിക്ക് സെറ്റാക്കി എടുക്കണം. ഇനി വർക്ക് ചെയ്ത് നമ്മൾ പഴയ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വന്ന ഒരു ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് മാറിയപ്പോൾ ഒരു ചെറിയ കുറച്ച് വിഷമമുണ്ട്. അല്ലാണ്ട് വേറെ മെൻറ്റേഴ്സിൻ്റെ രീതിയിലൊന്നും ഒരു പ്രശ്നമില്ല. ഇന്നലെ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരുന്ന 3-4 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതപ്പോൾ തന്നെ സാറ് മൊത്തത്തിൽ കവർ ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലായി. പിന്നെ കൺഫർമേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിന്നെ ട്രേഡ്സ് എടുക്കേണ്ട കുറേ എക്സാമ്പിൾസ് കുറേ കാണിച്ചു തന്നു. അതെല്ലാം കാണിച്ചു തന്നപ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാം ഓക്കെ ആയി. എന്തുകൊണ്ട് ഞാൻ ആ ട്രേഡ് എടുത്തിട്ട് ലോസ് ആയി എന്നുള്ള എൻ്റെ ചോദ്യത്തിനൊക്കെ എനിക്ക് കുറേ ഉത്തരപ്പ് കിട്ടുന്നുണ്ട്. അതിന് ഓരോ ട്രേഡ്സ് എടുക്കേണ്ടതിന് മുമ്പുള്ള നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളും പിന്നെ അടുത്ത ക്ലാസ്സിൽ റിസ്ക് മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ കൂടുതൽ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ 0.51 റിസ്ക് എടുത്ത് ഓരോ ട്രേഡ്സ് എടുക്കുന്നത്. പിന്നെ അടുത്ത ആഴ്ച മുതൽ ലൈവിൽ